കൂടിക്കാഴ്ചയും കുടമാറ്റവുമായി തൂതപ്പൂരത്തെ വരവേൽക്കാനൊരുങ്ങി പുഴയോര ഗ്രാമങ്ങൾ. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും. A-B വിഭാഗങ്ങളിൽ 15 വീതം ആനകൾ ഉത്സവത്തിന് അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ ഇരുവിഭാഗങ്ങളും അലങ്കാരപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ആനകളും വാദ്യകലാകാരന്മാരും ഉത്സവത്തിനെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റും. A വിഭാഗത്തിന് കുട്ടൻകുളങ്ങര അർജുനനും B വിഭാഗത്തിന് തെച്ചിക്കോട്ട് രാമചന്ദ്രനും തിടമ്പേറ്റും. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ആനകളും ഈ വർഷം അതും മോഹവിലയിലാണ് എല്ലാ ആനകളും തൂതപ്പൂര ആഘോഷത്തിലേക്ക് പങ്കാളികളാകാൻ എത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ, തൃക്കടവൂർ ശിവരാജുവിനെ പോലെ, പുതുപ്പള്ളി കേശവനെ പോലെ, എറണാകുളം ശിവകുമാർ, കുട്ടൻകുളങ്ങര അർജുനൻ പോലുള്ള ഏറ്റവും വലിയ ആനകൾ, ഗുരുവായൂർ നന്ദനെ പോലെ, ഊക്കൻസ് കുജുവിനെ പോലുള്ള വലിയ ആനകൾ തന്നെയാണ് ഈ വർഷം തൂതപ്പൂരത്തിൽ പങ്കെടുക്കുന്നത്. A വിഭാഗത്തിൽ 15, B വിഭാഗത്തിൽ 15 30 ആനയും ദേവസ്വത്തിൻ്റെ എറണാകുളം ശിവകുമാർ എന്ന ഒരാനയും ചേർന്ന് 31 ആനയാണ് ഈ വർഷം തൂതപ്പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ എറണാകുളം ശിവകുമാർ അതും ഒരു ചരിത്രമാണ്. കാരണം തൂതപ്പൂരത്തിന് 10 അടിക്ക് മുകളിലുള്ള ഒരു ആന ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഭഗവതിയുടെ കോലമേറ്റുന്നത്. എറണാകുളം ശിവകുമാർ നമുക്കൊക്കെ അറിയാം, പൂരനായകനാണ്. അതുപോലെ തന്നെ നമ്മുടെ വിളംബര നായകനാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള പൂരം ഒരുക്കാനാണ് പുരാഘോഷ കമ്മിറ്റി ശ്രമിക്കുന്നത്. വാദ്യകാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പെരുവനം കുട്ടന്മാരുടെ പ്രമാണത്തിൽ വാദ്യ കുലപതികളാണ് തൂതപ്പൂരത്തിന് നാഗത്തറ മേളത്തിന് പങ്കാളികളാകുന്നത്. വെള്ളിത്തുരുത്തി ഉണ്ണിനായർ, തിരുവല്ല രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പനമണ്ണ ശശി പോലുള്ള കേരളത്തിലെ എളപ്പായ നന്ദനെ പോലുള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും കൊട്ടിത്തെളിഞ്ഞ മഹാരഥന്മാർ വന്നു കൊട്ടുന്നു. അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കാളവേല ദിവസം കോങ്ങാട് മധുവിൻ്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം. നമുക്കറിയാം, മടത്തിൽ വരവിൻ്റെയൊക്കെ പ്രമാണിയാണ് കോങ്ങാട് മധു. അദ്ദേഹത്തിൻ്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം നടക്കുന്നത്. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും തൂതപ്പൂരം ഏറ്റവും ഭംഗിയാക്കി നടത്താനുള്ള ശ്രമങ്ങളുമായിട്ടാണ് പുരാഘോഷ കമ്മിറ്റി പോകുന്നത്. ഇത്തവണയും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൂരം കാണുന്നതിന് സ്ത്രീ സൗഹൃദ പവലിയൻ, നഗരസഭയുടെ ബയോ ടോയ്ലറ്റ് സൗകര്യം, കുടിവെള്ള വിതരണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഈ പുരാഘോഷ കമ്മിറ്റി പൂരപ്രേമികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ പരമാവധി ഒരുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായി പൂരാഘോഷം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവലിയൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെർപ്പശ്ശേരി നഗരസഭയുടെ സഹായത്തോടു കൂടി ടോയ്ലറ്റ് കോംപ്ലക്സ്, ബയോ ടോയ്ലറ്റ് കോംപ്ലക്സ്, അതുപോലെ തന്നെ കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടും ചെർപ്പശ്ശേരി നഗരസഭയുടെ ഭാഗത്തുനിന്നായിട്ട് കുടിവെള്ള വിതരണം തുടങ്ങിയ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ട്രാഫിക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ മാധ്യമ സുഹൃത്തുക്കൾ വളരെ നന്നായി കൊടുത്തുകൊണ്ട് സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായി സുരക്ഷിതത്തോടുകൂടി പൂരം ആസ്വദിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീപൗലിയൻ ഉൾപ്പെടെ, അതിൽ ശ്രീപൗലിയൻ്റെ കുടിവെള്ളം, ലഘുഭക്ഷണം ഉൾപ്പെടെ, അതായത് അവിടെ വരുന്ന സ്ത്രീകൾക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ഇതിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പൂരപ്പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്നതിന് പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി LED വാൾ സൗകര്യം, ആനകളെ ബാരിക്കേഡ് കെട്ടി പിന്നെ ആനകളുടെ അടുത്തേക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിന് ഇത്തരത്തിൽ പോലീസും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം, വനംവകുപ്പൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പൂരപ്പറമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച കാളവേല ആഘോഷിക്കും. വൈകിട്ട് 5-ന് തട്ടകദേശങ്ങളിൽ നിന്ന് 45-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷത്തിന്റെയും ചവിട്ടുകളിയുടെയും അകമ്പടിയിൽ തൂതക്കാവിലെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തിനും വളരെ നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തി എല്ലാ വിഭാഗം ആളുകളുടെയും മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് എല്ലാ കാര്യങ്ങളും താഴെത്തട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ കാളവേല പൂരാഘോഷവും ആറാട്ട് ഉൾപ്പെടെയുള്ള വരുന്ന 3-4 ദിവസത്തെ പരിപാടികൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും സമാധാനപരമായി നമ്മുടെ രാജ്യം വളരെ വലിയൊരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ട്, രാജ്യം യുദ്ധമുഖത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യം നിൽക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെ യുദ്ധത്തിൽ നമുക്ക് വേണ്ടി പോരാടുന്ന ധീര ജവാന്മാരെ ഒക്കെ അവരൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്ക് കൂടി
ഈ അവസരത്തിൽ അവരെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പൂരാഘോഷ പരിപാടി നിശ്ചയിച്ച പോലെ മുന്നോട്ട് പോകാൻ എല്ലാവിധ സഹായങ്ങളും ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുക. തൂത പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി അനന്തനാരായണൻ, സെക്രട്ടറി പി വി സാജൻ, ചീഫ് കോർഡിനേറ്റർ പി സുഭീഷ്, ഭാരവാഹികളായ പി ജയൻ, എം മനോജ്, വി കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.